എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. എന്നല്ലലാകെ നീക്കി എന്നെ സ്വന്തമായി അണച്ചതാൽ ആനന്ദഗീതമേകിടാം, നന്ദിയായി വണങ്ങിടാം അവൻ പാദം. എന്നന്തരംഗമേ അവൻ്റെ നന്മകൾ മറപ്പതോ, എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഉറങ്ങി ഉണർന്നൊരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിപ്പാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ആരോഗ്യത്തോടും സുബോധത്തോടും എഴുന്നേൽപ്പിച്ച എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അപ്പാ പിതാവേ എന്ന് നോക്കി വിളിപ്പാൻ തക്കവണ്ണം അവിടുന്ന് അടിയനെ സഹായിച്ചതോർത്ത് നന്ദി പറയുക. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ഭക്ഷണവും വസ്ത്രവും ആരോഗ്യവും ബലവും സമാധാനവും സന്തോഷവും സൗഖ്യമെല്ലാം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അപ്പച്ചൻ തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനയാത്രയിലും വഴിയാത്രയിലും ജോലിയിലും എല്ലാം കൂടെ ഇരുന്ന് സഹായിക്കണമേ കർത്താവേ. എൻ്റെ പ്രാർത്ഥന ചോദിച്ച എല്ലാ മക്കളെയും ചേർത്ത് വയ്ക്കുന്നു. ദൂരത്തും ചാർത്തുമായിരിക്കുന്ന എല്ലാവരെയും ഒരുപോലെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനം തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗമെല്ലാം എൻ്റെ അപ്പച്ചൻ്റെ പൊന്നുപാദപിടിച്ചിലോട്ട് വയ്ക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നു, ഉള്ളതുപോലെ അറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അറിയുന്ന ദൈവം, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം, അവൻ ഇന്നും ജീവിപ്പിക്കുന്ന സർവശക്തനാകിയാൽ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പൻ്റെ ബലമുള്ള കാര്യങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി തരുവാൻ പോകുന്നവർക്ക് സ്തോത്രം. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ, സൗഖ്യത്തോടെ കാത്തോണേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ജയത്തോടെ വരെ നടത്തണമേ. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലി ചെയ്യുന്ന മക്കളെ സഹായിച്ച് ശക്തീകരിക്കണമേ. ഏറി പ്രതിഫലം കൊടുത്ത് മാനിച്ചാട്ട് കർത്താവേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ അപ്പാ. ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുത്താട്ട് കർത്താവേ. ഓരോ മക്കളുടെയും വിദ്യാഭ്യാസ യോഗ്യത അറിഞ്ഞുകൊണ്ട്, അവരുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങളെ അറിഞ്ഞുകൊണ്ട് സ്വർഗം അവർക്ക് വേണ്ടുന്ന വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവേ. ഉള്ളതുപോലെ നീ അവിടുന്ന് കാണുന്ന ദൈവമാകിയാൽ ഓരോ മക്കളെയും അറിഞ്ഞ് സഹായിച്ച് വഴികളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം, സ്തോത്ര കർത്താവേ. ഈ സമയം ഹാലിൽ കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, സമാധാനത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. കുടുംബജീവിതത്തിൽ സമാധാനം അനുഭവിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. മദ്യപാനികളായ ഭർത്താവുണ്ട് കർത്താവേ. അവരെ ചൊല്ലി വേദനിക്കുന്ന മാതാപിതാക്കളുടെ സഹോദരിമാർ കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവേ, സമാധാനത്തോടെ ജീവിപ്പാൻ തക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ എന്നെ സഹായിച്ചാട്ട് കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ. വിവാഹപ്രായമായ ഞങ്ങളുടെ മക്കളെ ഏൽപ്പിക്കുന്നു. തക്ക തുണയൊരുക്കണം, അവരുടെ വിവാഹം നടക്കണം. ഹല്ലേലൂയ കർത്താവേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണം. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ അവിടുന്ന് കാത്തുകൊള്ളുമാറാകണം. ആ പൊന്നുകരം ഓരോരുത്തരെയും ചേർത്ത് പിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഓരോ മക്കളുടെയും വാഹനത്തിൽ കർത്താപ്പത്തിൻ്റെ സാന്നിധ്യം വേണം. ആപത്ത് അപകടങ്ങളിൽ നിന്നെല്ലാം മക്കളെയും വിടുവിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അനാഥരെ വിധവകളെ സമർപ്പിക്കുന്നു. രോഗികളെയും ദുഃഖിതരെയും സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാമെന്ന് നീ വാക്ക് പറഞ്ഞ ദൈവമാ. അവിടുന്ന് തീർത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം കൊടുക്കണമേ. ഭവനം പണിയുന്ന മക്കളത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ. ഹല്ലേലൂയ. സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാടും വീടും വിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന, പഠനത്തിനും ജോലിക്കും കടന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും ചേർത്ത് വയ്ക്കുകയാണ്. ശത്രു കാണാതെ, ദുഷ്ടപിശാചി കാണാതെ എൻ്റെ സ്വർഗം ഓരോ മക്കളെയും മറയ്ക്കണമേ അപ്പാ. വക്രതയും കോട്ടവും നിറഞ്ഞ ലോകമാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്വസ്ഥതയും സമാധാനം അനുഭവിച്ചുകൊണ്ട് അവരുടെ ഭാവിക്ക് വേണ്ടി പോരാടി ജീവിപ്പാൻ സ്വർഗമിടിയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവഭയത്തിൽ ജീവിക്കുവാൻ ഇടയാക്കണം. ദുഷ്ടപിശാച് കാണാതെ മറച്ചാട്ട് കർത്താവേ. അനേക കുഞ്ഞുങ്ങൾ മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരിക്കും അടിമപ്പെട്ട് മ്ലേച്ഛമായ ജീവിതം നയിച്ച് ഫോണിനടിമപ്പെട്ട് കൂട്ടുകാർക്ക് അടിമപ്പെട്ട് മാതാപിതാക്കളെ അനുസരിക്കാതെ വിദ്യാഭ്യാസം പോലും പൂർത്തീകരിക്കാതെ ഹല്ലേലൂയ ഉഴഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അവരോട് മനസ്സലിയണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരും നഷ്ടപ്പെട്ടു പോവാൻ കർത്താവേ. അവൻ ഇഷ്ടമുള്ള ദൈവമല്ലല്ലോ. മക്കളെ മാനസാന്തരത്തിൽ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഈ സമയം കർത്താവേ, ഹല്ലേലൂയ. ദൂരത്തും ചാർത്ത് മാരിക്കുന്ന എല്ലാവരെയും ചാർത്ത് വയ്ക്കുന്നു. അപ്പോൾ രോഗികളായി ഭാരപ്പെടുന്നവരെ സമർപ്പിക്കുന്നു. എല്ലാ രോഗികൾക്കും നല്ല വൈദ്യൻ അവിടുന്ന്. ആമേൻ. ഹല്ലേലൂയ. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവിടുന്ന് ഒന്ന് തൊട്ടാൽ മതി. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ അത്ഭുതകരം നീട്ടി ഓരോ മക്കളെയും വിടുവിക്കുമാറാകണം. ആശുപത്രി മുറികളിലും ഐസിയുലും സിസിയിലും വെന്റിലേറ്ററിലും ഡെലിവറി റൂമിലും കിടക്കുന്നവരുണ്ടപ്പാ. ഭവനങ്ങളിൽ കിടക്കകളിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. കൈകാലൊക്കെ ചലനമില്ലാത്തവരുണ്ടപ്പാ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിന് ലിവറിന് കുഴപ്പമുള്ളവർ, ഓർമ്മയില്ലാതെ ബുദ്ധിയില്ലാതെ കാഴ്ചയില്ലാതെ കേൾവിയില്ലാതെ കിടക്കുന്നവർ, പല്ലിൻ്റെ വേദനയാൽ ചെവിയുടെ വേദനയാൽ ഭാരപ്പെടുന്നവർ, ഇൻഫെക്ഷനാൽ ഭാരമുള്ള ജീവിതങ്ങൾ, ശരീരമാസകലം ചൊറിച്ചിലാൽ ഭാരപ്പെടുന്നവർ, അതിവേദനയിലും നീർക്കെട്ടിലും കൂടി കഴിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ കർത്താവേ. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നവർ, വയറ്റിൽ മുഴുവൻ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, തലവേദനയാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. അപ്പാ സ്തോത്രം. കർത്താവേ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, തൈറോയ്ഡ് ഉള്ളവർ, അലർജിയുള്ളവർ, ആസ്മയുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്നവർ, സ്വർഗത്തിലെ ദൈവമേ ശ്വാസകോശ സംബന്ധമായ രോഗാവസ്ഥയിൽ ശ്വസിക്കുവാൻ പോലും കഴിയാതെ ഭാരപ്പെടുന്നവർ ഒക്കെ ദൈവ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം ലഭിക്കും. ഗിലിയാദിലെ സുഗന്ധ കുഴുമമായി കടന്നു വന്ന് ഉച്ച മുതൽ പാദം വരെ തലോടി ഓരോ മക്കളെയും സൗഖ്യത്തോടെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി നടത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിച്ച് കാത്തോണേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഓരോ രാജ്യങ്ങളെയും കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനപരമായി മുൻപോട്ട് നീങ്ങുവാൻ എല്ലാവരെയും ഇടയാക്കണമേ കർത്താവേ. അങ്ങനെ എല്ലാ പ്രാർത്ഥനാ വിഷയം അപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാ. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തി ജീവിതങ്ങളെയും പേരുപേരായിട്ട് അടിയൻ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ മക്കളെയും കുടുംബമായി കൂട്ടമായി ആളാമൃതി വ്യക്തികളായി അനുഗ്രഹിച്ച് സഹായിച്ച് ഓരോ നന്മകളും ഓരോ മക്കൾക്കും കൊടുത്ത് നിറച്ച് ദിനംതോറും നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. പ്രാർത്ഥനയ്ക്ക് മറുപടിയുടെ നിശ്ചയം അടിയൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അത് തിരിച്ചറിഞ്ഞതാ, അത് രുചിച്ചറിഞ്ഞതാ. എൻ്റെ പ്രിയപ്പെട്ടവർക്കും അത് തിരിച്ചറിയുവാൻ കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.